തന്നെയാണ്. ഒരുപാട് സെലിബ്രിറ്റികളായ നടിമാരുണ്ട്, അതുപോലെ തന്നെ മോഡലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇവരെയൊക്കെ വിളിച്ചിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന ആളുകളുണ്ട്. അത് സാധാരണഗതിക്ക് ഇത്തരം സെലിബ്രിറ്റികളായിട്ടുള്ള ആങ്കർമാരുടെ അല്ലെങ്കിൽ മോഡലിൻ്റെ നടിമാരുടെയൊക്കെ, പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശസ്തരാകുന്ന ആളുകളുടെയൊക്കെ ഇൻ്റർവ്യൂ കാണാൻ പ്രത്യേകിച്ച് ആളുകൾക്ക് നല്ല താല്പര്യവുമാണ്. അതിനെ പക്ഷേ വേറെ ചില രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. കാരണം അവരെ വിളിച്ചു വരുത്തി മനഃപൂർവ്വം അവരെ അങ്ങ് എന്താ പറയുക, ഹനിക്കുന്ന രീതി, അതായത് അവരുടെ അഭിമാനത്തെ ഹനിക്കുന്ന രീതിയിലൊക്കെ ചോദ്യം ചോദിക്കുക, ചൊറിയുക, അത് ലൈംഗികപരമായുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ചൊറിയുക എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ മറുപടി കിട്ടുമ്പോൾ പക്ഷേ ചിലപ്പോൾ ആ രീതിയിൽ പിന്നെ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതുപോലൊരു സംഭവം ഞാൻ കണ്ടു. ഈ ഒരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ഒരു ആങ്കർ ഒരു പ്രധാനപ്പെട്ട ഒരാളോട്, ഒരു നടിയോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം നല്ല മറുപടിയാണ് അവർ കൊടുത്തത്. അവർ നടി മാത്രമല്ല മോഡലിങ്ങും എല്ലാവരും ചെയ്യുന്ന ആളാണ്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഞാനത് കൂടുതലായിട്ട് ആ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ്. പാർത്ഥ, ഒരു ഇത് മാത്രമല്ല, ഇപ്പം നമ്മൾ കണ്ടത് ഒരു ഇൻ്റർവ്യൂ ആണ്. ഇപ്പം മിക്ക ഇൻ്റർവ്യൂകളിലും നോർമലായിരുന്നു സംസാരിച്ചാൽ വ്യൂസ് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കും. ചിലർ പിന്നെ ഈ ഹെഡിങ് ഒക്കെ കൊടുക്കുന്നത് പിന്നെ ഇന്ന നടൻ അവതാരകരോട് അല്ലെങ്കിൽ അവതാരകയോട് ദേഷ്യപ്പെട്ട് ഇൻ്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പം എന്താ സംഭവം എന്നറിയാൻ വേണ്ടി നമ്മൾ കയറി നോക്കും. അപ്പം അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് വളരെ മോശമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊരു നടിയോട് നിങ്ങളുടെ കൂടെ കിടന്നിട്ട് കഥവ് തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഒരു നടനെയും നടിയെയും, സിനിമ എനിക്ക് ഓർമ്മയില്ല, ആ സിനിമയിൽ വിളിച്ചിരുത്തിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിട്ടുണ്ടോ എന്ന് നടിയോട് ചോദിച്ചപ്പോൾ അവർ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എന്തും ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാം, നിങ്ങളതിന് മറുപടി പറയണം എന്നുള്ള ഒരു രീതി. ഇപ്പം നമ്മളും ചില അവതാരകരെ വിളിച്ചിരുത്തി, ഇപ്പോൾ മൈത്രേനുമായി നടത്തിയ ഒരു ഇൻ്റർവ്യൂ, മൈത്രേൻ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാനതിൽ മൈത്രേനെതിരെ, മൈത്രേൻ എനിക്കതിൽ ബോധമില്ല, എന്നെ കണ്ടാൽ കുളിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിച്ചു. എനിക്കതിൽ പരാതിയില്ല, കാരണം മൈത്രേൻ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല, ഞാൻ പറഞ്ഞതിനോട് മൈത്രേന് യോജിപ്പില്ല, അത്ര മാത്രമേ ഞാൻ അതിൽ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അവതാരക, ആ അവതാരക വന്നിരിക്കുന്ന ഹണി എന്ന് പറയുന്ന, കുറച്ച് നാളുകൾക്ക് മുൻപ് ഇറങ്ങിയ ഒരു പിന്നെ ഇൻ്റർവ്യൂ ആണത്. അതിൽ ഹണി എന്ന് പറയുന്ന വന്നിരിക്കുന്ന സെലിബ്രിറ്റി ഫോട്ടോഷൂട്ട് നടത്തിയാലും സിനിമ ചെയ്താലും ഒക്കെ അവർ സെലിബ്രിറ്റികളാണിപ്പോൾ. നിള നമ്പ്യാരൊക്കെ സെലിബ്രിറ്റികളാണിപ്പോൾ. അപ്പോൾ ആ കാറ്റഗറി നോക്കുമ്പോൾ ഇവരും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നവരാണല്ലോ സെലിബ്രിറ്റി. അതെ. അപ്പോൾ ഇവരോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ശരീരം വിറ്റാണോ ജീവിക്കുന്നത്? ഇങ്ങനെ തുണി അഴിച്ചിട്ടൊക്കെ ഫോട്ടോഷൂട്ട് നടത്തുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതല്ലേ എന്നാണ് ചോദിക്കുന്നത്. ഇത് ചോദിക്കാനുള്ളൊരു യോഗ്യത മറു സൈഡിലിരിക്കുന്ന അവതാരകയ്ക്കും ഉണ്ടാകണം. കാരണം ഈ പറയുന്ന ലേഡി വന്നിരിക്കുന്നത്, അവർ ക്യാമറയ്ക്ക് ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ അവരുടെ ജോലിയും പാഷനുമായിരിക്കാം. അതിലെന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ളത് അവരാണ്. ഇപ്പോൾ സണ്ണി ലിയോണിൻ്റെ പോൺ വീഡിയോ കണ്ടിട്ട് പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചു സണ്ണി ലിയോൺ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പണ്ടത്തെ, എനിക്ക് സണ്ണി ലിയോണിനെ മാത്രമേ ഈ കാറ്റഗറിയിൽ അറിയാവൂ, അതുകൊണ്ടാണ് ആ പേര് പറയുന്നത്. മിയ ഖലീഫ അവർ പോൺ ആക്ടറാണ് അല്ലെ? അറിയപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട ആക്ട്രസ് ഇവരാണ്. പോൺ ആക്ട്രസ് അല്ലെ? മറ്റുള്ളവരെ കുറിച്ച് എനിക്കും അറിയില്ല, അതാണ് മിടുമിടുക്കാൻ. അപ്പോൾ ഇവർ പിന്നെ പോൺ വീഡിയോ ചെയ്യുന്നത് ഫുള്ള് ഡ്രസ്സ് അഴിച്ചിട്ടായിരിക്കുമല്ലോ. അത് കാണുന്നവർ പിന്നെ എന്താ പറയുക, ഇപ്പോൾ ഒരു വാക്കുണ്ടല്ലോ, കുലസ്ത്രീകൾ അല്ലെങ്കിൽ കുലപുരുഷന്മാർ, അത് കാണാത്തവരൊക്കെ കുലസ്ത്രീകളും കുലപുരുഷന്മാരും, അത് കാണുന്നവരൊക്കെ പോക്ക് കേസുകളാണെന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ ഓരോരുത്തരുടെ, കാണണമെന്ന് ആഗ്രഹിച്ച് കാണുന്നവരുണ്ടാകാം. എനിക്ക് തോന്നുന്നു ഇത്തരം കാര്യങ്ങൾ ഫോണിലൂടെ ഉള്ളതുകൊണ്ട് പുതിയ തലമുറ വലിയ രീതിയിൽ വഴിതെറ്റുന്നില്ല എന്ന്. കാരണം നമ്മൾ പിന്നെ പണ്ടൊന്നും ഇതില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്നവരുണ്ട്. എങ്കിൽ പോലും കുറേയൊക്കെ അതിന് മാറ്റം വന്നത് ഇത്തരം ഫോൺ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ തന്നെ കിട്ടും, നമുക്കതൊക്കെ കാണാം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴത്തെ യുവതലമുറകളൊന്നും വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങൾക്ക്. പണ്ട് ഈ കുളിമുറികളിലും പിന്നെ കുളിക്കുന്ന ഇടങ്ങളിലൊക്കെ ക്യാമറ വെച്ചുകൊണ്ട് പോയവർക്ക് ഇപ്പോൾ മൊബൈലിൽ തന്നെ ഇതൊക്കെ കിട്ടുമെന്നുള്ളത് കൊണ്ട് ഇപ്പോൾ അതിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോൺ ആക്ട്രസ്മാർ
അവർ പിന്നെ ഇത്തരം സിനിമകളിൽ അഭിനയിച്ചാൽ സ്ത്രീത്വം നശിച്ചു പോവും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും തുണി കഴിച്ചിട്ടാൽ നശിച്ചു പോകുന്ന നല്ല സ്ത്രീത്വം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടമാണ്. ഇവിടെ ഈ വന്നിരിക്കുന്ന ഈ പിന്നെ സെലിബ്രിറ്റി ഹണി എന്ന് പറയുന്ന അവർ ശാലീന സുന്ദരിയായിട്ടാണ് ഇരിക്കുന്നത്. സാരിയൊക്കെ ഉടുത്ത് വളരെ മാന്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഇരിക്കുന്ന അവതാരക പിന്നെ ഇത്രയുള്ള കുട്ടി ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നിന്ന് താഴോട്ട് കാലൊക്കെ കാണിച്ച് അത് അവരുടെ സ്വാതന്ത്ര്യം. അങ്ങനെ ഇരിക്കുന്ന ഒരു ആൾക്ക് എങ്ങനെയാണ് ഇവരോട് നിങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ലേ ഇത്തരത്തിൽ ശരീരം പിന്നെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ ശരീരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുകയല്ലേ, ശരീരം വിറ്റാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഇതൊക്കെ ചോദിക്കാൻ ഇവൾ ആരാണ്? സത്യത്തിൽ എനിക്ക് അങ്ങനെ തന്നെ ചോദിക്കേണ്ടി വരുന്നത്, ഇവൾ ആരാണ് ഇതൊക്കെ ചോദിക്കാനായിട്ട്? നമ്മളെങ്ങനെ ജീവിക്കും? ഇപ്പോൾ പാർത്താൻ പലയിടത്തും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മുടെ ശരീരം അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ആ ശരീരം എവിടെ കാണിക്കണം, എന്ത് ചെയ്യണം, ആ ശരീരത്തെ എങ്ങനെ നോക്കണം, നല്ല രീതിയിൽ നോക്കണോ മോശമായ രീതിയിൽ നോക്കണോ, ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അത് കാണുന്നവൻ്റെ കാഴ്ചപ്പാടനുസരിച്ചല്ല നമ്മളുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. നമ്മളൊക്കെ കുറച്ചുകൂടി ഇപ്പം വിവരം വെച്ചോന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. കുറച്ചുകൂടി വിവരമില്ലാതിരുന്ന സമയത്ത് നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് പിന്നെ ഈ എന്താ പറയുക, ആണുങ്ങളോട് സംസാരിച്ചാൽ അവരോട് കൂടുതൽ ഇടപഴകിയാലോ നമ്മുടെ എന്തോ അങ്ങ് നഷ്ടപ്പെട്ടു പോകും, ആൺ സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ വലിയ അപമാനമാണ്, അതൊന്നും ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കും ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ നമ്മൾ സ്വയം മാറി. ഇപ്പോൾ ചില ആളുകളെ കാണുമ്പോൾ പോലും മാറി നടക്കുന്ന ഒരു രീതി നമുക്കുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ എനിക്ക് തോന്നുന്നു ജമീല ടീച്ചർ, നളിനി ജമീല അവരുടെ ബുക്കുകൾ വായിക്കുന്ന തരത്തിലേക്ക് ഞാൻ എന്നെ രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരോടൊക്കെ എനിക്ക് വലിയ ബഹുമാനമാണ് തോന്നുന്നത്. യാഥാർത്ഥ്യങ്ങൾ അവർ പറയുന്ന ഒരു കാര്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്നുള്ളത്. ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നതാണ്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് ലൈംഗിക തൊഴിലാളിയായിട്ട് തന്നെ ജീവിക്കണം എന്നാണ് അവർ പറയുന്നത്. കാരണം അതിനെ ഒരു തൊഴിലിനപ്പുറം അത് നമ്മളെപ്പോലെ കുറച്ച് പേരുള്ളത് കൊണ്ട് കുറേ സ്ത്രീകൾ എവിടെയൊക്കെയോ സമാധാനത്തോടെ മാന്യമായി ജീവിക്കുന്നു. അതെ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സുരക്ഷിതമായി ജീവിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് നളിനി ജമീല പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് അവരോട് അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഈ കപട സദാചാരവാദികൾ പറയുന്നതിനോടല്ല, എനിക്ക് അവരോട് അതിയായ ബഹുമാനമുണ്ട്. ഒരു ലൈംഗിക തൊഴിലാളിയെ കാണുമ്പോൾ അവർ ലൈംഗിക തൊഴിലാളികളാവുന്നത് കൊണ്ടാണ് ഈ കാമഭ്രാന്തും കഴപ്പുമൊക്കെ തീർക്കാൻ വരുന്നവർ, അത്തരത്തിൽ ലൈംഗിക ലൈംഗിക സെക്സ് വേണമെന്ന് വലിയ രീതിയിൽ ആഗ്രഹിക്കുന്നവർ ചെന്ന് കയറുന്നത് ഇത്തരക്കാർക്കിടയിൽ ആവുമ്പോൾ കുറേ സ്ത്രീകൾ സുരക്ഷിതരാവുന്നു. രാത്രിയും പകലുമൊക്കെ കുറേ പേർ മാനം അല്ലെങ്കിൽ അവരുടെ ശരീരം മറ്റുള്ളവർ ഭോഗിക്കാതെ അവർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും അതെ അതെ അതെ. അപ്പോൾ ഇത്തരം ആളുകൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും നമ്മളൊക്കെ പിന്നെ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് ജീവിക്കുന്നതെന്നും ആലോചിക്കുന്നത്. അതല്ലാതെ ഇവരെ വിളിച്ചു വരുത്തിക്കൊണ്ട് നിങ്ങൾ ശരീരം വിറ്റാണോ ജീവിക്കുന്നത്, നിങ്ങൾ ഇപ്പോൾ നിമിഷ ബിജോ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്, അവർ ഈ പള്ളിയോടത്തിൽ ഫോട്ടോഷൂട്ട് നടത്തിയതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇരയായ ഒരു സ്ത്രീയാണ് അവർ വീഡിയോ ഇടുന്നുണ്ട്. അവർ ചിലപ്പോൾ ശരീരത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ പ്രേക്ഷകരെ ആകർഷിക്കാനായി അത് കാണാൻ കുറേ ആളുകളുണ്ട്. അത് അവർക്ക് കുഴപ്പമില്ല എങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് എന്താണ് ഇത്ര പ്രശ്നം? ഇതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളെ രാത്രി ഒളിച്ചും പാത്തും ഇരുന്ന് ഇത്തരം വീഡിയോസ് കാണുന്നതിന് കുഴപ്പമില്ല. പകൽ നിങ്ങൾ എന്തിനാണ് ഈ സദാചാരവാദികളാകുന്നത്? അല്ലെങ്കിൽ 5 വ്യൂസ് കൂട്ടാനായിട്ട് 5 പേരത് കാണിക്കാനായിട്ട് ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിയിട്ട് നീ ശരീരം വിറ്റാണോ ജീവിക്കുന്നത്, നീ സ്ത്രീത്വത്തെ അപമാനമാണെന്ന് ചോദിക്കാൻ സത്യത്തിൽ ആ സ്ത്രീ വളരെ മാന്യമായ സ്ത്രീ ആയതുകൊണ്ടാണ് അവർ അത് കേട്ടോണ്ടിരുന്നത്. അവർക്ക് സംസ്കാരമുള്ളതുകൊണ്ട്. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്നവരുടെ ചെകിട്ടത്തടിച്ചിട്ട് അവർ ഇറങ്ങിപ്പോയേനെ. കാരണം അങ്ങനെ അടിച്ചാൽ പോലും അവരോട് ചോദിക്കാൻ ആരും വരില്ല. കാരണം ആ അമ്മാതിരി
തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്നുള്ളത്. ആദ്യം അവർ മര്യാദയ്ക്ക് മാനം മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞു. അതെ, എന്താ പറഞ്ഞത്? ഇവരോട് ചോദിച്ചു, നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ചെയ്യുന്നുണ്ട്, ശരിയാണ്, അതെൻ്റെ പാഷനാണ്, എൻ്റെ ജോലിയാണ്, എൻ്റെ സാമ്പത്തികമായ ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം ജോലികൾ ഇപ്പോൾ ലോകത്ത് എല്ലായിടത്തും ആളുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാനും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്ത് ചെയ്തിട്ടും പണം ഉണ്ടാക്കുമോ, ഇങ്ങനെ എന്താണ് വൃത്തികേട് ചെയ്ത് വിറ്റും ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് നീ പൈസ കൊണ്ടുത്തരുമോ, നിന്റെ തന്ത പൈസ കൊണ്ടുത്തരുമോ എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് നീ പൈസ കൊണ്ടുത്തരുമോ എന്നാണ്, എൻ്റെ സാമ്പത്തിക ആവശ്യമൊക്കെ നീ നിറവേറ്റി തരുമോ എന്നാണ് ചോദിക്കുന്നത്. അത് അവരുടെ മര്യാദ, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. കാരണം ഒരു സ്ത്രീ എങ്ങനെ ജീവിക്കണമെന്നത് അവരുടെ എന്താണ് സ്വാതന്ത്ര്യമാണ്. ഒരു പുരുഷൻ, അതെ ഞാൻ പറഞ്ഞു, അതാണ് ഞാൻ പറയാൻ വന്നത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത് തീരുമാനിക്കുന്നത് അവരാണ്. അതാണ് ഞാൻ പറയാൻ വന്നത്. അങ്ങനെ നമ്മളുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഈ രാജ്യത്തെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്നത് നമ്മുടെ ഇഷ്ടമാണ്. അത് ഈ സമൂഹത്തിന്റെ പേര് പറഞ്ഞോ കെട്ടുപാടുകളുടെ പേര് പറഞ്ഞൊന്നും വിലക്കിയിട്ട് യാതൊരു കാര്യവും ഇല്ല.